ദൈവനാമത്തിൽ ഏവർക്കും എൻ്റെ വന്ദനം. കർത്താവിൽ പ്രിയരെ, നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ ആശയങ്ങളും ആലോചനകളും ചിന്തകളും സങ്കല്പങ്ങളും മനുഷ്യരായ നമ്മുടെ ആശയങ്ങളും ആലോചനകളും സങ്കല്പങ്ങളുമായി താരതമ്യം ചെയ്യാൻ കഴിയുന്നതല്ല. അത് ഒരിക്കലും സമരസപ്പെടുകയോ കൂട്ടിമുട്ടുകയോ ചെയ്യുന്നതല്ല. അവ തമ്മിൽ റെയിൽവേ ട്രാക്ക് പോലെ വേറിട്ടും വേർതിരിഞ്ഞും നിൽക്കുന്നതാണ്. ട്രാക്കുകൾ തമ്മിൽ ഒരു നിശ്ചിത അകലം പാലിക്കുന്നവയാണ്. അതുപോലെ യേശുവിൻ്റെ ആശയവും ആശയഗതികളും മനുഷ്യരുടെ ആശയഗതികളും തമ്മിൽ എണ്ണയും വെള്ളവും പോലെ ഒരു വേർതിരിവ് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ യേശുവും യഹൂദന്മാരും നിത്യവും സംഘട്ടനങ്ങളിൽ ഏർപ്പെടുമായിരുന്നു. ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് വഴിവെട്ടുന്ന വേദഭാഗമാണ് മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 24-ാം വാക്യം മുതൽ 31 വരെയുള്ള വേദവാക്യങ്ങൾ. ഈ വേദഭാഗത്തിലൂടെ കർത്താവ് പറയുന്നത് കള പറിക്കരുത് എന്നതാണ്. ഈ ഉപദേശം ആശാസ്യകരമായ ഒരു നടപടിയായിട്ട് അംഗീകരിക്കാനാകുന്നതല്ല. നിത്യവും കൃഷിപ്പണി ചെയ്യുന്ന ദാസന്മാർ അവരുടെ പാരമ്പര്യവും അവരുടെ സമ്പ്രദായവും അനുസരിച്ച് യജമാനോട് ചോദിക്കുകയാണ്, ഞങ്ങൾ കള പറിച്ച് കളയട്ടെ എന്ന്. നിത്യപരിശീലകരും പരിചയക്കാരുമായ കൃഷിദാസന്മാർ പറയുന്നത് കള പറിക്കണമെന്ന്. എന്നാൽ കൃഷിയുടമയായ യജമാനൻ പറയുന്നു കള പറിക്കരുതെന്ന്. ഈ വേദഭാഗ സന്ദർഭമൊന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. യേശുവിൻ്റെ പഠിപ്പിക്കൽ രീതി ഉപമകളിലൂടെ ആയിരുന്നു. യേശു ഈ വേദഭാഗത്ത് ഒരു കളയുടെ ഉപമ പറയുകയാണ്. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യം. മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ച് പോയി കളഞ്ഞു. ഞാറ് വളർന്നു കതിരായപ്പോൾ കളയും കാണുവാനായിട്ട് തുടങ്ങി. ഇതാണ് യേശു പറഞ്ഞ ഉപമ. വയലിൽ ജോലി ചെയ്ത കൃഷിപ്പണിക്കാരായ ദാസന്മാർ കൃഷി കാണുവാൻ വന്നപ്പോൾ അവർക്ക് വലിയ സങ്കടമുണ്ടായി. അവർ വിതച്ച നല്ല വിത്തിനൊപ്പം കളയും മത്സരിച്ച് വളരുന്ന കാഴ്ചയാണ് അവരെ നൊമ്പരപ്പെടുത്തിയത്. ഈ കാഴ്ച അവർ തീരെ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഉടനെ അവർ യജമാനനെ തേടിയെത്തി. ദാസന്മാർക്ക് സങ്കടത്തെക്കാൾ ഉപരി രോഷമാണ് ഉണ്ടായത്. ഈ കളകളെ ഇപ്പോൾ തന്നെ പറിച്ച് നീക്കണം, അതാണ് അവരുടെ ആവശ്യവും ഇംഗിതവും. ദാസന്മാർ അല്പം നീരസത്തോടെ ചോദിച്ചു, യജമാനനെ, വയലിൽ നല്ല വിത്തലയോ നാം വിതച്ചത്? പിന്നെ കള എവിടെ നിന്ന് വന്നു? ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് യജമാനൻ അവരോട് പറയുകയുണ്ടായി. ദാസന്മാർ യജമാനോട് ഇപ്രകാരം പറഞ്ഞു, ഞങ്ങൾ പോയി കള പറിച്ചു കളയുവാൻ സമ്മതമുണ്ടോ എന്ന് അവർ ചോദിച്ചു. അതിന് സമ്മതമില്ല എന്ന് തീർത്തും പറഞ്ഞു. ഈ സമ്മതമില്ലായ്മ ദാസന്മാരിൽ ആശ്ചര്യമാണ് ഉളവാക്കിയത്. ഇത് ദാസന്മാരുടെ ചെയ്തികൾക്ക് വിപരീതമായിരുന്നു.
ദാസന്മാരുടെ അറിവും പരിചയവും താല്പര്യവും കള ഉടനെ പറിച്ചു നീക്കണം എന്നതാണ്. ഇവിടെ ഒരു ആശയ സംഘട്ടനം ഉളവാകുന്നുണ്ട്. മനുഷ്യരുടെ സമ്പ്രദായവും ദൈവത്തിൻ്റെ രീതികളും തമ്മിൽ ഒരു ചേരായ്മ ഇവിടെ നിലനിൽക്കുകയാണ്. പലപ്പോഴും മനുഷ്യരുടെ നിലപാടുകളും യേശുവിൻ്റെ പഠിപ്പിക്കലും തമ്മിൽ ഒത്തുപോകാറില്ല. യേശു പറയുന്നു, അരുത്, കള പറിക്കരുത്. മാത്രമല്ല, കള കൊയ്ത്തോളം വളരുവാൻ അനുവദിക്കുന്നതാണ് യേശുവിൻ്റെ ഹിതവും യേശുവിൻ്റെ കാഴ്ചപ്പാടും. എന്നാൽ കള കാണുന്ന മാത്രയിൽ തന്നെ അത് നിഷ്കാസനം ചെയ്യുന്നതാണ് ദാസന്മാരുടെയും നമ്മുടെയും ഏക അഭിപ്രായം. അതാണ് നമ്മുടെ എല്ലാവരുടെയും ശീലം. നമ്മുടെ ശീലങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുകൂലമായ ചില ആപ്തവാക്യങ്ങൾ നാം മെനഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. പുകഞ്ഞ കൊള്ളി പുറത്ത്. പുകഞ്ഞതിനെ നാം ഒരിക്കലും കത്താൻ അനുവദിക്കാറില്ല. പുകഞ്ഞതിനെ എടുത്ത് മാറ്റുന്നതാണ് നമ്മുടെ പാരമ്പര്യവും നമ്മുടെ സംസ്കാരവും. മനുഷ്യചിന്തയിൽ ഇത് ശരിയാണെന്നുണ്ടെങ്കിലും ദൈവിക ചിന്തയിൽ ഇത് അത്ര ശരിയായ കാര്യമല്ല. ദൈവചിന്ത ഇപ്രകാരമാണ്: പുകയുന്ന തിരിയെ കെടുത്തി കളയുകയില്ല എന്നതാണ് ദൈവത്തിൻ്റെ പ്രമാണം. സാധാരണയായി നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന ഒരു സംഭവം ഞാൻ പറയാനായിട്ട് ശ്രമിക്കട്ടെ. വീട്ടിൽ അപ്പനൊരു അഭിപ്രായം പറഞ്ഞാൽ എതിരഭിപ്രായം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ചിട്ടവട്ടം. അഥവാ മകൻ ഒരു അഭിപ്രായം പറഞ്ഞാൽ അമ്മ ഇപ്രകാരം കയറി പറയും: നീ അല്ലെങ്കിലും ഒരു കൊത്രാങ്കൊള്ളിയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നീ ഒരിക്കലും നല്ലത് പറയാറില്ലല്ലോ. നിന്റെ വായിൽ നിന്ന് അങ്ങനെ വരൂ. അവസാനം അമ്മ ഒരു ശാസനയോടെ പറയും: തലയുള്ളപ്പോൾ വാലനക്കേണ്ടതായ കാര്യമില്ല. നിന്റെ ഉപദേശമൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. നീ അപ്പൻ പറഞ്ഞത് കേട്ടാൽ മതി. ഇത് നമ്മുടെയൊക്കെ വീടുകളിൽ നടക്കുന്ന നിത്യ സംഭവങ്ങളാണ്. ഞാനും ഇതുപോലെയൊക്കെയാണ് ചിന്തിച്ചിരുന്നത്. എന്നാൽ എൻ്റെ ചിന്തയ്ക്കൊരു മാറ്റമുണ്ടായി. അത് ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട് അച്ഛനാണ് എന്നെ തിരുത്തിയത്. അച്ഛനൊരു കത്തോലിക്ക പുരോഹിതനായിരുന്നു. 1999 ആണ് എനിക്ക് ഈ മാറ്റം സംഭവിച്ചത്. ഈ കാലഘട്ടത്തിൽ ഞാൻ പടിഞ്ഞാറേക്കോട്ട മാർ ഔഗിൻ തൂവാന പള്ളി ഇടവക വികാരിയായിരുന്നു. അന്നേരം ഞാൻ താമസിച്ചിരുന്നത് SN പാർക്ക് പള്ളിയിലായിരുന്നു. ഒരു ദിവസം അതിരാവിലെ റേഡിയോ ഓൺ ചെയ്തപ്പോൾ അന്നത്തെ സുഭാഷിതമായി ബന്ധപ്പെട്ട് ആലപ്പാട്ട് അച്ഛൻ്റെ ഒരു പ്രഭാഷണമുണ്ടായി. അത് ഞാൻ ശ്രമിക്കാൻ ഇടയായി തീർന്നു. ഞാനത് വളരെ ശ്രദ്ധാപൂർവം കേട്ടു. അച്ഛൻ്റെ ചിന്താവിഷയം മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 13-ാം അധ്യായം കളയുടെ ഉപമയിലൂടെയുള്ള ചിന്തകളായിരുന്നു അച്ഛൻ ആവിഷ്കരിച്ചത്. അച്ഛൻ്റെ പ്രബോധനങ്ങളുടെ ആകത്തുക ഇങ്ങനെയായിരുന്നു: പുകഞ്ഞു നിൽക്കുന്നതിനെ പുകച്ച് ചാടിക്കുവാൻ നമ്മളെല്ലാവരും ഒരുപോലെ ഉത്സുകരാണ്. എതിർ ശബ്ദം മുഴക്കുന്നവന് കളത്തിന് പുറത്താക്കുവാനും അവനെ ഒതുക്കുവാനും നാം എപ്പോഴും വ്യഗ്രത കാണിക്കാറുണ്ട്. നമ്മുടെ വീട്ടിലും സമൂഹത്തിലും സംഘടനയിലും എതിരാളികളെ പുറത്താക്കുവാൻ നാം വിമുഖത കാണിക്കാറില്ല. എന്നാൽ ഈ നടപടി ക്രിസ്തീയമല്ല
അക്രൈസ്തവമാണെന്ന് അച്ഛൻ പറഞ്ഞു വെച്ചപ്പോൾ എനിക്ക് ആ പ്രസ്താവനയോട് യോജിപ്പുണ്ടായിരുന്നില്ല, വിയോജിപ്പാണ് എനിക്ക് ആദ്യമുണ്ടായത്. ഫ്രാൻസിസ് അച്ഛൻ്റെ ഈ ചിന്തകളെ ഞാൻ വീണ്ടും വീണ്ടും പരിശോധിച്ചപ്പോൾ, പിന്നെയും ആ വേദഭാഗം ആഴത്തിൽ വായിച്ചപ്പോൾ കളയുടെ ഉപമയുടെ മർമ്മം എനിക്ക് പിടികിട്ടി. അതിൻ്റെ പൊരുൾ തിരിച്ചറിയുവാൻ കഴിഞ്ഞു. അത് എനിക്ക് ഒരു മഹത്തായ സന്ദേശമാണ് നൽകിയത്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. കർത്താവ് പറഞ്ഞു, അരുത്, കള പറിക്കരുത് എന്ന് മാത്രമല്ല, അത് കൊയ്ത്തോളം വളരുവാനുള്ള സമയം കൂടി അനുവദിച്ചു കൊടുക്കുന്നതാണ് അവിടെ നൽകപ്പെടുന്നതായ കർത്താവിൻ്റെ നിർദ്ദേശം. ഈ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ പൗരസ്ത്യനാഥം മാസികയിൽ ഒരു എഡിറ്റോറിയൽ ഞാൻ എഴുതി. ആ എഡിറ്റോറിയലിന് പ്രതി ഒരുപാട് പുകിലുകളുണ്ടായി. ചില ഊമക്കത്തുകളുടെ സാരാംശം ഇങ്ങനെയായിരുന്നു: തമസല്ലോ ഉണ്ണി സുഖപ്രദം. ഈ പരാമർശത്തെ ഞാൻ കാര്യമായി എടുത്തില്ല. എൻ്റെ ഓർമ്മയിൽ വരുന്ന ഒരു കാര്യം ഞാനിവിടെ പങ്കുവയ്ക്കുന്നതാണ്. അത് വളരെ പ്രയോജനകരമെന്ന് എനിക്ക് തോന്നുന്നു. ഐക്യപ്പെട്ട സഭയിൽ ഒരു വൈദിക കൗൺസിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരാവശ്യം ഒരു ബിഷപ്പ് ഉന്നയിച്ചു. സംഭവം ഇതായിരുന്നു, വളരെ നിസ്സാരമായിട്ടുള്ള കാര്യം. സഭയിൽ നിന്നും മുടക്കപ്പെട്ട ഒരു വൈദികന് തിരിച്ചെടുക്കുവാൻ ഒരാവശ്യം വന്നിരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നാണ് ബിഷപ്പ് ഞങ്ങളോട് ഏവരോടുമായി ചോദിച്ചത്. വൈദികരോട് അങ്ങനെ ചോദിക്കുകയുണ്ടായി. എല്ലാവരും ഒരേ ശബ്ദത്തിൽ പറഞ്ഞു, ഞങ്ങൾക്ക് അതിന് അഭിപ്രായമില്ല, വിയോജിപ്പുണ്ട്, ഒരിക്കലും തിരിച്ചെടുക്കേണ്ടതായ ആവശ്യമില്ല എന്ന് ഒക്കെ കാര്യകാരണ സഹിതം അവിടെ വിശദീകരിക്കപ്പെട്ടു. വൈദികരിൽ പലരും എല്ലാം ശാന്തമായി കേട്ട ബിഷപ്പ് ഇപ്രകാരം പറഞ്ഞു: പുറത്ത് നിൽക്കുന്ന വൈദികന് നമുക്ക് ഒരിക്കലും നിയന്ത്രിക്കാനായിട്ട് കഴിയുകയില്ല. എന്നാൽ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നാൽ പിന്നെ നമുക്ക് ആ മനുഷ്യനെ നിയന്ത്രിക്കാനാകും. പുറത്ത് നിർത്തുന്നതിനേക്കാൾ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതാണ് നമുക്ക് നല്ലത് എന്ന അഭിപ്രായം ബിഷപ്പ് പറഞ്ഞപ്പോൾ വൈദികരുടെ വൈമനസ്യവും വിസമ്മതവും അതോടെ നീങ്ങിപ്പോയി. എല്ലാവരും തിരിച്ചെടുക്കുവാൻ സമ്മതം നൽകി. ഈ നടപടി പിൽക്കാലത്ത് സഭയ്ക്ക് അനുഗ്രഹമായി മാറി എന്ന് നാം കാണേണ്ടിയിരിക്കുന്നു. നമ്മുടെ ചിന്താവിഷയം അരുത്, പറിക്കരുത്, രണ്ടും കൊയ്ത്തോളം വളരട്ടെ എന്നതാണ്. എന്തുകൊണ്ട് കർത്താവ് കളയുടെ ഉപമയിലൂടെ ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചു? ആ ഉപമയിൽ തന്നെ മറുപടിയുണ്ട്. യജമാനൻ്റെ ഉത്തരം ഇങ്ങനെയായിരുന്നു: പക്ഷേ കള പറിക്കുമ്പോൾ കോതമ്പും കൂടെ പിഴുത് പോയേക്കാം. കോതമ്പിൻ്റെ സംരക്ഷണമാണ് യജമാനൻ്റെ പ്രയോറിറ്റി. യജമാനൻ കോതമ്പ് ചെടിയെ കളകളെക്കാൾ കൂടുതൽ ആദരിച്ചിരുന്നു. അതുകൊണ്ടാണ് കള പറിച്ചു കൂട്ടുവാൻ അനുവാദം നൽകാതിരുന്നതിൻ്റെ കാരണം. കളയും വിളയും തിരിച്ചറിയുവാൻ ഒരു കാലമുണ്ട്. കളയും വിളയും തിരിച്ചറിയുവാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. വിളയോട് ഒത്ത് കള മത്സരിച്ചുകൊണ്ട് വളരുകയാണ്. അത് വിളയ്ക്ക് ഒരിക്കലും ഗുണകരമോ
പ്രയോജനകരമോ അല്ല. കള ഏത്, വിള ഏത് എന്ന് തിട്ടപ്പെടുത്തുന്നതിന് ഇപ്പോൾ എളുപ്പമല്ല. കളയും വിളയും ഒരുപോലെ തഴച്ച് വളരുകയാണ്. ഇവ രണ്ടും തിരിച്ചറിയുവാൻ ഒരു കാലമുണ്ട്. വിളയുടെ കതിർ കാലഘട്ടമാണ് ആ തിരിച്ചറിവിൻ്റെ കാലം. കതിരാകുവോളം, കൊയ്ത്ത് കാലത്തോളം വളരുന്നതും വളർത്തുന്നതും അവസരം നൽകുന്നതുമാണ് ഉത്തമം എന്ന് യജമാനൻ കാണുന്നു, പറയുന്നു. കള പറിച്ചെടുക്കുമ്പോൾ വിളയ്ക്ക് കൂടി പ്രതിസന്ധി ഉണ്ടായേക്കാം. കളയോടൊപ്പം വിള കൂടി പിഴുതെടുക്കപ്പെട്ടേക്കാം എന്ന ആശയമാണ് ഈ യജമാനൻ ഇവിടെ പ്രകടമാക്കുന്നത്. വിളയുടെ സംരക്ഷണത്തിനും വേണ്ടിയാണ് യജമാനൻ അന്നേരം കള പറിക്കരുത് എന്ന് നോ പറയാനായിട്ട് ഇടയായ സാഹചര്യം. നമ്മുടെ കോടതികൾക്കൊക്കെ ഒരു പ്രമാണമുണ്ട്. നമ്മുടെ ന്യായാധിപന്മാർക്ക് ഇടയിൽ ഒരു ചിന്താധാരയുണ്ട്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. കുറ്റവാളികളുടെ രക്ഷയല്ല, ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്ന നിരപരാധിയോടുള്ള സ്നേഹവും കരുതലുമാണ് ഇവിടെ കാതലായ ലക്ഷ്യം. അതുപോലെ ഒരു കോതമ്പ് ചെടിക്ക് പോലും ഹാനി സംഭവിക്കരുതെന്ന നിലപാടാണ് യജമാനൻ ഈ സംഭവത്തിലൂടെ വിവക്ഷിക്കുന്നത്. കളയും വിളയും വേർതിരിക്കപ്പെടുന്ന കാലഘട്ടമാണ് കൊയ്ത്ത് കാലം. എല്ലാത്തിനും ഒരു കാലമുണ്ട്. ആ കാലം എത്തുവോളം കാത്തിരിക്കുവാനുള്ള സാവകാശം നമുക്ക് ഉണ്ടായേ പറ്റൂ. തിടുക്കപ്പെട്ടുള്ള ഒരു തീരുമാനവും പ്രവൃത്തിയും വിളയുടെ നാശത്തിനു കൂടിയാണ് ഹേതുവായി തീരുന്നത് എന്ന് നാം അറിയേണ്ടതാണ്. ഈ തിരിച്ചറിവ് സഭയ്ക്കും സമൂഹത്തിനും ഏറെ ഉപകാരപ്രദമാണ്. വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാം എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഗോതമ്പ് ചെടിയുടെ കതിരിലൂടെയാണ് വിളയെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നത്. അതുകൊണ്ട് വിള കൊയ്ത്തോളം വളരുവാൻ അനുവദിക്കുന്നതാണ് അഭികാമ്യം എന്ന് വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. കാലാന്തരത്തിൽ വിളയും കളയും വേർതിരിക്കപ്പെടേണ്ടത് ആവശ്യവുമാണ്. ഈ വേർതിരിക്കലിന് ഒരു പരിധിയും കാലാവധിയുമുണ്ട്. യജമാനൻ പറയുന്ന ഒരു കാര്യം കൂടി വളരെ ശ്രദ്ധേയമാണ്. മുമ്പേ കള പറിച്ചുകൂട്ടി കെട്ടുകളായി കെട്ടി ചുട്ടുകളയേണ്ടുന്നതിനും ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കേണ്ടുന്നതിനും യജമാനൻ കൽപ്പിക്കും. യജമാനൻ്റെ ഈ കൽപ്പന വളരെ പ്രധാനപ്പെട്ടതാണ്. അതുവരെയും കള പറിക്കുവാൻ അനുവാദമില്ലെന്ന് അറിഞ്ഞ് വിളയുടെ കൊയ്ത്താകും വരേക്കും കാത്തിരിക്കുവാനുള്ള മനോഭാവത്തിനായി ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ.